ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. യാത്രയെന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ യാത്രകളെങ്കിലും ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്, നിങ്ങളുടെ ആ മനസ്സിൻ്റെ പിരിമുറുക്കം ഒന്ന് കുറച്ച് മനസ്സിനെ ഒന്ന് റീഫ്രഷ് ആക്കാൻ യാത്രയെന്നും വളരെ നല്ലതാണ്. ഇന്നത്തെ രാവിലെയുള്ള പ്രോഗ്രാം ക്യാൻസൽ ആയതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു യാത്രയുടെ വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി. ഏതൊരാൾക്കും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയുടെ വിവരണം. കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ആയതുകൊണ്ട് വെറും 20 രൂപ ടിക്കറ്റ്. ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് നടന്നു. കുറേ നടന്നു ചെല്ലുമ്പോൾ സ്റ്റേഷൻ അടുത്ത് തന്നെ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടറും തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ബസ് സ്റ്റേഷനും. അപ്പോൾ അവിടുന്ന് ബസ്സിൽ കയറി ബസ്സിന് 12 രൂപ ചാർജാണ് ബോട്ട് ജെട്ടിയിലേക്ക്. ബോട്ട് ജെട്ടിയിലെത്തിയതും ബോട്ട് റെഡിയായി കിടക്കുന്നു. ബോട്ടിൻ്റെ മുകളിലത്തെ നിരയിൽ ഫ്രണ്ടിൽ തന്നെ ഞാൻ സീറ്റ് പിടിച്ചു. വളരെ വിസിബിൾ ആയതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഫ്രണ്ടിലത്തെ സീറ്റ് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. വളരെ മനോഹരമായ ഒരു യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. 12 മണിക്ക് ബോട്ട് ഇവിടെ നിന്ന് പുറപ്പെടും. യാത്രക്കാരെല്ലാം വളരെ സന്തോഷത്തിലാണ്. ഇത്ര മനോഹരമായ യാത്രകൾ നമ്മളെ കാത്ത് ഇവിടെ കിടക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് പൈസ മുടക്കി മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. എനിക്ക് പറയാനുള്ളത്, ചെറിയ ചെറിയ പൈസ മുടക്കി നമ്മുടെ നാട്ടിലെ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിക്കും. ഏതായാലും ബോട്ട് പുറപ്പെടുകയാണ്. ആൾക്കാരെല്ലാം ബോട്ടിലേക്ക് കയറി കഴിഞ്ഞ് ദാണ്ട അവസാനത്തെ യാത്രക്കാർ കയറി ബോട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കയറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് കയറാൻ കഴിഞ്ഞില്ല. ബസ് പോലെ അല്ലല്ലോ പെട്ടെന്ന് നിർത്തി കൊടുക്കാൻ. ബോട്ട് ഏതായാലും മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും അവർക്ക് നിർത്തി കൊടുത്ത് അവർ കാല് ചിലപ്പോൾ നീട്ടി വലിച്ച് ബോട്ടിലേക്ക് വെച്ചാൽ അവർ വെള്ളത്തിൽ പോകും, വീഴും, അപകടമുണ്ടാവും എന്ന് കരുതിയാണ് ജീവനക്കാർ ബോട്ട് നിർത്താതിരുന്നത്. ഏതായാലും ബോട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ മനോഹരമായ കാഴ്ചയുടെ തുടക്കം. വളരെ മനോഹരമായ പലതരത്തിലുള്ള ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ മിന്നി മറയുന്നത് കാണാൻ വളരെ രസമാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ല തിരക്കാണ്. ആൾക്കാരെല്ലാം വളരെ സന്തോഷത്തിലാണ്. അവർ എത്രത്തോളം സന്തോഷിക്കുന്നു എന്നുള്ളത് എനിക്ക് ക്യാമറയിൽ ശരിക്കും പകർത്താൻ കഴിയുന്നില്ല. അവരടിച്ചു പൊളിക്കുകയാണ്. നമ്മുടെ ബോട്ട് വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൈനഗിരിക്കാണ് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് ചാർജ് 60 രൂപ. കൈനഗിരിയിൽ ഇറങ്ങിയിട്ട് മറ്റൊരു ബോട്ടിൽ കയറിയാണ് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അത് എന്തിനാണെന്ന് ഞാൻ വളരെ വിശദമായി പറയാം. ഏതായാലും നമുക്ക് ഈ കാഴ്ച കാണാം. അവിടെ നിന്ന് ഒരു സ്പീഡ് ബോട്ട് ഇപ്പോൾ ചീറിപ്പാഞ്ഞു വരും. പക്ഷേ എനിക്ക് ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞില്ല. ഇതിങ്ങനെ കൊണ്ടുവന്ന് കറക്കി അടിച്ച് മീനുകൾ ചാടി, കുറേ മീനുകൾ ഈ ബോട്ടിലേക്കും വീണ് കുറച്ചൊക്കെ പുറത്തേക്കും പോയി. ദാണ്ട് ആ ബോട്ടിൽ പോകുന്നത് ഏതോ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണെന്ന് തോന്നുന്നു. അവർ എല്ലാം ഒരേ തരത്തിലുള്ള സാരിയാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ഈ കായലിൻ്റെ ഓരങ്ങളിൽ വീടുകളിങ്ങനെ വരിവരിയായി നിൽക്കുന്നതും അവരിങ്ങനെ തുണികളൊക്കെ അലക്കുന്നതും അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വളരെ രസമാണ്. നമുക്കിത് വളരെ രസമായി തോന്നുമെങ്കിലും അവിടെ ജീവിക്കുന്നവർക്ക് അത് വലിയ രസമൊന്നും ഉണ്ടാകില്ല. കാരണം അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ പരിമിതികൾ വളരെ കുറവാണ്. അവർ ആശ്രയിക്കുന്നത് ഇതുപോലുള്ള ബോട്ടുകളെയാണ്. ഏതായാലും കാഴ്ച വളരെ മനോഹരമാണ്. ആ ബോട്ട് കണ്ടോ? ഒരു ലക്ഷറി ബോട്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് ബെഡ്റൂമുകളും ആൾക്കാരവിടെ വിശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാം. കാശുള്ളവർ
പല രീതിയിൽ ആഘോഷിക്കുന്നു. നമുക്ക് ചെറിയ രീതിയിൽ ഇതുപോലുള്ള സർക്കാരിൻ്റെ ബോട്ട് ഉപയോഗിച്ച് ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ കാണാം. യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും ബോട്ട് ജെട്ടിയിലേക്ക് അടുക്കുമ്പോൾ സ്ഥലം ഏതാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഏതായാലും ഒരു പള്ളി കാണാം. മനോഹരമായ ഒരു പള്ളിയാണെന്ന് തോന്നുന്നു. അങ്ങനെ മനോഹരമായ കാഴ്ച കണ്ട് പോകുമ്പോൾ ബോട്ടിൻ്റെ റൈറ്റ് സൈഡിൽ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കാണാം. എല്ലാ കാഴ്ചകളും കണ്ട് വീണ്ടും മുന്നേക്ക് പോവുകയാണ്. കാഴ്ചകൾ ഒരുപാട് നമ്മളെ തേടിയിരിക്കുന്നുണ്ട്. പോകെ പോകെ നമുക്ക് ഓരോന്നായി കാണാം. മറ്റു ബോട്ടുകൾ വെള്ളത്തിന് കീറിമുറിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓളം തള്ളുന്നത് കാണാൻ വളരെ രസമാണ്. പല രീതിയിലാണ് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോ ഇങ്ങനെ കാണുന്നത്. ഏതായാലും ബോട്ട് കൈനകരിയിലേക്ക് അടുക്കുകയാണ്. എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. ഇവിടെ വരെ ഈ ബോട്ടുള്ളൂ. എല്ലാവരും ഇവിടെ ഇറങ്ങും. യാത്രക്കാരെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ബോട്ടിൽ കയറിയാണ് എൻ്റെ അടുത്ത യാത്ര ആരംഭിക്കുന്നത്. എൻ്റെ അടുത്ത യാത്രയ്ക്കുള്ള ബോട്ടാണ് ദാ ഈ വരുന്നത്. അത് തീരത്തേക്ക് അടുക്കുകയാണ്. ഈ ബോട്ടിൽ കയറി ഞാൻ പോകാൻ പോകുന്നത് ആറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു ഫേമസ് കള്ള് ഷാപ്പുണ്ട്, ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻറ്റ്. കള്ള് ഷാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കേണ്ട, അത് ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഒരുപാട് സ്ത്രീകളും അമ്മമാരും എല്ലാം വന്നിരുന്ന് ഫുഡ് കഴിക്കുകയും മുന്തിരിക്കള്ളും എല്ലാം കുടിക്കുന്ന മനോഹരമായ ഒരു ഷാപ്പിലേക്കാണ്. കൈനകരിയിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ ഇവിടേക്ക്. 12 രൂപ ടിക്കറ്റിൽ ഞാൻ ഇവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ആ സൈഡിലേക്ക് നോക്കുമ്പം നമുക്ക് ഷാപ്പ് കാണാം. ഏതായാലും എന്നെ ഇറക്കി മറ്റുള്ള യാത്രക്കാരെയും ഇറക്കി ബോട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഞാനിനി നടന്ന് ആറ്റുമുഖം ഷാപ്പിലേക്ക് പോവുകയാണ്. ഇതാ അവിടേക്ക് ആറ്റുമുഖം ഷാപ്പ് കാണാം. ഇതാ ഈ ബോട്ടിനപ്പുറത്ത് മനോഹരമായ 2 ബോട്ടുകൾ ചേർത്ത് വെച്ചിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാ ഈ 2 ബോട്ടുകൾ ചേർത്ത് വെച്ചിട്ടാണ് മനോഹരമായ രീതിയിൽ ഈ റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാ ഈ പോകുന്ന ഫുഡ് എനിക്കാണ് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഒരുപാട് ആൾക്കാർ ഇവിടെ ഫുഡ് കഴിക്കാനും കള്ള് താകണ്ടോ കൂടത്തിനകത്തൊക്കെ ചെത്ത് കള്ളൊക്കെ കുടിക്കുന്നത്. ഒരുപാട് സ്ത്രീകളും കള്ളൊക്കെ കുടിക്കുന്നുണ്ട്, മുന്തിരിക്കള്ളും അങ്ങനെയൊക്കെ ഒരുപാട് കുടിക്കുന്നുണ്ട്. ഏതായാലും വളരെ രസകരമായ കാഴ്ചയാണ്. ഞാൻ ഏതായാലും ഫുഡ് കഴിക്കാൻ പോകുന്നു. എനിക്ക് ഇവിടുന്ന് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നു. അതാണ്ട് എൻ്റെ പൊതിയാണ്. പൊതി കഴിച്ച് ഞാൻ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. കഴിച്ചിട്ട് വരാം. ഞാൻ ഫുഡ് കൊണ്ടുവന്നത് മറ്റൊന്നും കൊണ്ടല്ല, മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ആലപ്പുഴ ഭാഗത്ത് വരാറുണ്ട് പല ആവശ്യങ്ങൾക്കായി. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഫുഡ് കൊണ്ടുവരാറുണ്ട്. ഏതായാലും മറ്റൊരു ദിവസം ഇവിടെ വന്ന് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണം. ദാ ഈ സൈഡിലാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഹട്ടുകൾ ഇങ്ങോട്ടുണ്ട്. ഒരുപാട് ഫാമിലിയൊക്കെ കൂടുതൽ ഇവിടെയാണ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഇതാ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചൺ കാണാം. ഞാനകത്തേക്ക് ചെന്ന് അവരിങ്ങനെ കാണിച്ചു തന്നു തല ഇങ്ങനെ കറി വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാഫ് എന്നോട് പറഞ്ഞ്, ചേട്ടാ ഇതെടുക്കൂ, ചെമ്പല്ലിയുടെ തല ഇങ്ങനെ കറി വെച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ചേച്ചിമാരാണ് ഈ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുന്നത്. അവരെല്ലാവരും നമ്മളെ വിളിച്ചുകൊണ്ട് നടന്നത് കാണിക്കാൻ തയ്യാറാണ്. തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിത് ഷൂട്ട് ചെയ്തോളാം.
എന്ന് പറഞ്ഞ് ഞാൻ അകത്തെല്ലാം കയറി കാഴ്ചകളൊക്കെ കണ്ടു. ദാ ഇവിടെ ഒരു ഫുഡിൻ്റെ കാഴ്ച തന്നെ, അതാ ഞണ്ട്, കൊഞ്ച്, കണവ, അങ്ങനെ വേണ്ട എന്തെല്ലാം തരത്തിലുള്ള ഫുഡാണ് ഇവിടെ. ചെറിയ ഉരുളിയിലും വലിയ ഉരുളിയിലും ഒക്കെ ആയിട്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 2 മണി കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ കണ്ണിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഫുഡിൻ്റെ വളരെ വ്യത്യസ്തമാർന്ന കാഴ്ചകൾ കാണാൻ കഴിഞ്ഞേനെ. ഏതായാലും ഇവിടുന്ന് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഏതായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ ദാണ്ട് ഈ റോഡും കായലുമായി ഒന്നിച്ച് കിടക്കുകയാണ്. ഈ റോഡ് കൈനഗിരി റോഡാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇവിടെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാൽ ബസ്സോ ഓട്ടോയോ കിട്ടും. അവിടെ നിന്ന് നമ്മൾ പൂപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങുക. പൂപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടാണ്. അതിനിടയ്ക്കുള്ള ഒരു സ്ഥലമാണ് പൂപ്പള്ളി എന്ന് പറയുന്നത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അപ്പോൾ എല്ലാവരും ഈ യാത്ര എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ വളരെ ചിലവ് കുറഞ്ഞാണ് ഇവിടെ എത്തി ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പം എല്ലാവരും ഇത് ആസ്വദിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും ഇവിടുന്ന് വണ്ടി ഏതെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഒരു ഓട്ടോ കിട്ടി. ഞാൻ ദാ പൂപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ഇറങ്ങാൻ പോവുകയാണ്. ഇതാണ് പൂപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് കൊല്ലം.